സ്വാഗതം. നിലവിലുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളെ പുതുതായി നടപ്പാക്കിയ VBG റാംജി, അതായത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ പദ്ധതിയിലേക്ക് മാറ്റുന്നതിനുള്ള നിയമങ്ങൾ കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. പുതിയ വ്യവസ്ഥയിൽ നിലവിലുള്ള EKYC സാധ്യമാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ജോബ് കാർഡുകൾ, അതായത് തൊഴിൽ കാർഡുകൾ സ്വീകരിക്കുന്നതും ജോലിക്ക് ഒരേ ജോലി സ്ഥലങ്ങൾ സ്വീകരിക്കുന്നതും നിയമങ്ങളിൽ ഉൾപ്പെടുമെന്ന് അറിയുന്നു. കേന്ദ്രം ഉടൻ വിജ്ഞാപനം ചെയ്യുന്ന പുതിയ പദ്ധതിയായ VBG റാംജി പദ്ധതി സംസ്ഥാനങ്ങൾക്ക് 6 മാസത്തെ പരിവർത്തിത സമയം നൽകുന്നതാണ്. സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളും ഉടൻ അറിയിക്കുമെന്ന് അറിയുന്നു. നിലവിലുള്ള ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളെ പുതിയ പദ്ധതിയായ VBG റാംജി സ്കീമിലേക്ക് സംയോജിപ്പിക്കുന്നത് കഴിയുന്നത്ര തടസ്സരഹിതമാണെന്ന് ഉറപ്പാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ബന്ധപ്പെട്ടവർ അറിയിക്കുന്നുണ്ട്. MGNREG പോലെ VBG റാംജി സ്കീമും സാർവത്രികവും ആവശ്യകതയെ അടിസ്ഥാനമാക്കിയുള്ളതുമായിരിക്കുമെന്ന് അറിയുന്നു. MGNREGSൽ നിന്ന്, അതായത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായി VBG റാംജി പ്രകാരം തുടരാനോ നിർത്തലാക്കാനോ ആഗ്രഹിക്കുന്ന രാജ്യത്തെ ഏത് പ്രദേശത്തെയും അറിയിക്കുവാനോ നോട്ടിഫൈ ചെയ്യുവാനോ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്ന വാദത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും സമാനമായ വ്യവസ്ഥകൾ നിലവിലുണ്ടെന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നുണ്ട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര നിയമനിർമ്മാണം പ്രവർത്തിക്കാത്ത പ്രദേശങ്ങൾ ഒഴികെ ഇന്ത്യ മുഴുവൻ ഈ പരിപാടി ബാധകമാകണമെന്ന് ആക്ടിൽ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീർ പോലുള്ള പ്രദേശങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇത്. അവിടെ ആർട്ടിക്കിൾ 370 നിരവധി കേന്ദ്ര നിയമങ്ങൾ പ്രയോഗിക്കുന്നത് നിരോധിച്ചിരുന്നു. ഇപ്പോൾ ആർട്ടിക്കിൾ 370 നിലവിലില്ലാത്തതിനാൽ ഈ പൊതു അംഗീകാരം നൽകേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് കരുതുന്നില്ല എന്നുമാണ് അറിയിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളെ ABC എന്നീ വിഭാഗങ്ങളായി തരംതിരിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കവേ എല്ലാ ഗ്രാമപഞ്ചായത്തുകളുടെയും വികസന ആവശ്യങ്ങൾ ഒരേപോലെ നിറവേറ്റുന്നുണ്ടെന്ന് ഉറപ്പാക്കുവാനാണ് ഇത് ചെയ്തതെന്ന് ബന്ധപ്പെട്ടവർ അവകാശപ്പെടുന്നു. ഏറ്റവും അടുത്തുള്ള നഗര കേന്ദ്രത്തിൽ നിന്നുള്ള ദൂരം പോലുള്ള ചില മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയായിരിക്കും വിഭാഗങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത്. എന്നിരുന്നാലും ഈ വിഭാഗങ്ങൾ ഒരു സൂചക മാർഗനിർദ്ദേശം മാത്രമായിരിക്കുന്നതാണ്. സംസ്ഥാനങ്ങളെ ഇത് ബാധിക്കില്ലെന്ന് വിശദീകരിക്കപ്പെടുന്നു. സംസ്ഥാനങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സ്വീകരിക്കാൻ ഒരു മാതൃകാ പദ്ധതി ബന്ധപ്പെട്ടവരുടെ പക്കലുണ്ട്. ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് VBG റാംജി പദ്ധതിയിൽ സുതാര്യത ഉറപ്പാക്കാൻ സോഷ്യൽ ഓഡിറ്റുകൾ സ്ഥാപനവൽക്കരിക്കുകയും കർശനമാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കപ്പെടുന്നു. പഞ്ചായത്തി രാജ് മന്ത്രാലയത്തിൻ്റെ പഞ്ചായത്ത് നിർണയ് ആപ്പുമായി ഈ പദ്ധതി, അതായത് VBG റാംജി പദ്ധതി സംയോജിപ്പിക്കപ്പെടുന്നതാണ്. VBG റാംജി പദ്ധതി പ്രകാരം ഏറ്റെടുത്ത ജോലികളുടെ ആഴ്ചതോറും പൊതുജനങ്ങൾക്ക് വെളിപ്പെടുത്തൽ നടത്തേണ്ടതുണ്ടെന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നു. ചെയ്ത ജോലിയുമായി ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ പേയ്മെൻറ്റുകളും രേഖപ്പെടുത്തുന്നതിന് ഒരു മെഷർമെൻറ്റ് ബുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കേന്ദ്ര ഫണ്ടുകളുടെ തുല്യമായ വിതരണം ഉറപ്പാക്കുന്നതിന് 2 പ്രധാന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് നിയമങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള വ്യക്തമായി നിർവചിക്കപ്പെട്ട മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫണ്ടുകളുടെ മാനദണ്ഡ പ്രകാരമുള്ള വിഹിതം നൽകുക എന്നതാണ്. രണ്ടാമത്തേത് പഞ്ചായത്തുകളെ 3 വിഭാഗങ്ങളായി
തരംതിരിക്കുന്നതിലൂടെയാണ്. 2026-27 സാമ്പത്തിക വർഷം ബന്ധപ്പെട്ട സാമ്പത്തിക വർഷ കാലയളവിൽ കേന്ദ്രത്തിൻ്റെ ഫണ്ടിൻ്റെ വിഹിതം ഏകദേശം 95,000 കോടി ആയിരിക്കുമെന്നും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്നതുപോലെ ആവശ്യം വർദ്ധിച്ചാൽ ഇത് വിപുലീകരിക്കുകയും ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നു. MGNREG പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ ഇതിനകം 68,000 അമൃത് സരോവറുകൾ നിർമ്മിച്ചിട്ടുണ്ട്. 50,000 കുളങ്ങൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് വ്യത്യസ്തമായാണ് 68,000 അമൃത് സരോവറുകൾ നിർമ്മിച്ചത്. പൂർത്തിയായ എല്ലാ അമൃത് സരോവറുകളിൽ 23,000 എണ്ണം പുതിയ സ്ഥലങ്ങളിലാണ് നിർമ്മിച്ചത്. അതേസമയം നിലവിലുള്ള 45,000-ലധികം കുളങ്ങൾ അമൃത് സരോവറുകൾ ആയി പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ അഭിമാനകരമായ ഗ്രാമീണ തൊഴിൽ പദ്ധതിയായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു വലിയ നവീകരണത്തിന് ഒരുങ്ങുകയാണ്. ഗ്രാമീണ കുടുംബങ്ങൾക്ക് ഗ്യാരണ്ടീഡ് തൊഴിൽ കാലയളവ് 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി വർദ്ധിപ്പിക്കുവാൻ ഇത് പദ്ധതിയിടുന്നു. ഈ നീക്കത്തിന് ഉടൻ തന്നെ അംഗീകാരം നൽകുമെന്ന് അറിയുന്നു. ഗ്രാമീണ ക്ഷേമത്തിൽ പദ്ധതിക്ക് വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ പദ്ധതിക്ക് ഒരു പുതിയ വ്യക്തിത്വവും ശക്തമായ സാധ്യതയും നൽകുക എന്നതാണ് നിർദ്ദിഷ്ട മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നത്. ഈ വിപുലീകരണം ഗ്രാമീണ കുടുംബങ്ങളുടെ തൊഴിൽ ആവശ്യങ്ങൾ നന്നായി നിറവേറ്റുകയും കൂടുതൽ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുമെന്ന് അഭിപ്രായപ്പെടുന്നു. ഇതോടൊപ്പം വിദ്യാഭ്യാസത്തിനും ഗ്രാമവികസനത്തിനും വിശാലമായ പരിഷ്കാരങ്ങൾ സൂചിപ്പിക്കുന്ന വികാസ് ഭാരത് വിദ്യാഭ്യാസ സ്ഥാപന ബില്ല് കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചേക്കാൻ സാധ്യതയുണ്ട്. തുടക്കം മുതൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശാധിഷ്ഠിത ക്ഷേമ പദ്ധതികളിൽ ഒന്നാണ്. മുൻകൂർ വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത ലളിതമായ കൈത്തൊഴിൽ ഉൾപ്പെടുന്ന ഗ്രാമീണ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 100 ദിവസത്തെ ശമ്പളമുള്ള തൊഴിൽ ഇത് ഉറപ്പു നൽകുന്നു. സുതാര്യത, സോഷ്യൽ ഓഡിറ്റുകൾ, സമയബന്ധിതമായ വേതന പേയ്മെൻറ്റുകൾ തുടങ്ങിയ പ്രധാന സവിശേഷതകൾ ഇതിനെ സമഗ്ര വികസനത്തിനുള്ള ഒരു മാതൃകാ പരിപാടിയാക്കി മാറ്റിയിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ പരിപാടി വളരെ നിർണായകമാണ്. COVID-19 മഹാമാരിയുടെ സമയത്ത് തിരിച്ചെത്തിയ കുടിയേറ്റ തൊഴിലാളികൾക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ജോലികൾ വഴി നിർണായക പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഗ്രാമീണ സ്ത്രീകൾക്ക് ഈ പദ്ധതി ഒരു വലിയ മുതൽക്കൂട്ടായി മാറി. വീടിനടുത്ത് തന്നെ വരുമാനം നേടാനും അനൗപചാരിക തൊഴിൽ വിപണികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇത് അവരെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. 125 ദിവസത്തെ ഗ്യാരണ്ടീഡ് ജോലിയായി വർദ്ധിപ്പിക്കുകയും മഹാത്മാഗാന്ധിയെ ആദരിക്കുന്ന ഒരു പുതിയ ഐഡൻറ്റിറ്റി നൽകുകയും ചെയ്താൽ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമവികസനത്തിൻ്റെ ഒരു മൂലക്കല്ലായി തുടരുന്നതാണ്. സാമ്പത്തിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അർത്ഥവത്തായ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇന്ത്യയിലെ ഗ്രാമങ്ങളിലുടനീളം ദശലക്ഷക്കണക്കിന് ആളുകളെ ശാക്തീകരിക്കുന്നതിനും ഈ മാറ്റം വാഗ്ദാനം ചെയ്യുകയാണ്. മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രസക്തമായി തുടരുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഗ്രാമീണ ക്ഷേമം, തൊഴിൽ, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയവയ്ക്കുള്ള സർക്കാരിൻ്റെ തുടർച്ചയായ പ്രതിബദ്ധതയെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. 70 വയസ്സിന് മുകളിലുള്ളവർ ഉൾപ്പെടെ പ്രായമായ ഒട്ടേറെ പേർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായുണ്ട്. രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും തൊഴിൽ എന്നതും തൊഴിലാളികളുടെ വേതനം പൂർണ്ണമായും കേന്ദ്ര
നൽകുന്നു എന്നതുമായിരുന്നു നിലവിലെ പദ്ധതിയുടെ മേന്മ. എന്നാൽ പുതിയ പദ്ധതിയിൽ ഈ രണ്ട് ഘടകങ്ങളിലും മാറ്റം വരുന്നു. നിലവിൽ പദ്ധതിയിൽ അംഗങ്ങളായ അനേകർ അതിൽ നിന്ന് പുറത്താകാൻ സാധ്യതയുണ്ട്. നിലവിൽ എല്ലാ ഗ്രാമങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി ഇനി അങ്ങനെയാവില്ല. രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും തൊഴിൽ നൽകണമെങ്കിൽ അതിൻ്റെ അധിക ബാധ്യത പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടി വരും. രാജ്യത്താകെ വലിയ സാമൂഹിക പാരിസ്ഥിതിക വിപ്ലവം സൃഷ്ടിച്ച സംരംഭമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. നാടിൻ്റെ സുസ്ഥിര വികസനത്തിന് ഈ പദ്ധതി വഹിച്ച പങ്ക് വളരെയാണ്. പ്രായമായവർ കൂടി വരുന്ന സംസ്ഥാനത്ത് സാമ്പത്തികമായി ശാക്തീകരിക്കുവാനും സംസ്ഥാനത്തിൻ്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ അവരുടെ ഉൽപ്പാദനക്ഷമത പ്രയോജനപ്പെടുത്താനും പദ്ധതി ഏറെ സഹായിച്ചിട്ടുണ്ട്. തൊഴിൽ അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്താനും ഈ പദ്ധതി സഹായിച്ചിരുന്നു. പിന്നോക്ക വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ചും പട്ടികവർഗ വിഭാഗങ്ങളുടെ ഈ പദ്ധതിയിലുണ്ടായിരുന്ന പങ്കാളിത്തവും വളരെ വലുതാണ്. വീടിനടുത്ത് തന്നെ ജോലി ചെയ്ത് സ്വന്തമായി സമ്പാദിക്കുവാൻ കഴിയുന്നു എന്നതും വലിയ ആകർഷണമായിരുന്നു, പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച്. ഇതിലെല്ലാം മാറ്റം വരുവാൻ VBG റാംജി പദ്ധതി കാരണമാകും എന്നും കരുതപ്പെടുന്നു. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.